ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും. വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല. തലമുണ്ടനം ചെയ്യണം. നല്ലിയർത്തി, മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തല മുട്ടയടിക്കുക. വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ. ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല. മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു. ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയില്ലാഞ്ഞിട്ടോ അല്ല രണ്ടാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത്. ഇവിടെ ആരുടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല. പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിയിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചിറക്കി കൊണ്ടുവന്നതാ എന്നെ നിന്റെ തന്ത. പുന്നാരമോളുടെ മഹിമകൾ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ. അടിക്കണം എന്നെ തന്നെ, ചെരിപ്പൂരി അടിക്കണം. എത്രയായാലും ആരാൻ പറ്റിയ താൻ പറ്റിയുള്ള വരില്ലാന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു. എന്നിട്ടും ഏതോ പാപപുണ്യം വിചാരിച്ച് ഈ പാമ്പ് കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കാൻ വന്നപ്പോ വാളും പരിചയം എടുത്ത് നിന്നോരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത്. ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി. അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപ്പുത്രന്റെയും താഴത്തിന് തലയും കുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരുമായിരുന്നു. എടി, നിന്റെ തോന്നിയാസത്തിന് നാട് തിരക്കി നടന്നാലേ മുട്ടുകാല് തല്ലിയൊടിച്ച് മൂലക്കിലടി ഞാൻ പറഞ്ഞേക്കാം. പഴമക്കാരി പറയണ വെറുതെയാ 10 ഗുണം 10 ഗുണമെന്ന്. പെറ്റ മൂദേവി എന്തായിരുന്നു ആകാന്ന് ആർക്കറിയാം. അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത്. അച്ഛന്റെ മേലെ നിങ്ങൾക്കൂടെ കുറച്ച് അവകാശമുള്ളതുകൊണ്ടാ. എന്നാ അമ്മ, അമ്മ എന്തിനാ നിങ്ങളീ പറയണത്? ക്ഷമിക്കണേനൊരു അതിരുണ്ട്. എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ? അങ്ങ് വിഴുങ്ങിക്കളയോ? ചന്ദ്രാസം ഇളക്കിട്ടൊന്നും കാര്യമില്ല. അടങ്ങി ഒതുങ്ങി ഒള്ളേലോ ഒരു നിന്നിട്ട് ഒരു മൂലയിലെങ്ങാനും കിടന്നോ, അതാ നിനക്ക് നല്ലത്. എടാ രഘു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വന്ന് തിന്നിട്ട് കിടക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ചോറ് തിന്നിട്ട് കിടക്ക്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വേണ്ട. ചോറും വേണ്ട, ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. കിടക്ക് പോയി. പോ. ശബാഷ്. Well done, well done. അച്ഛൻ തോറ്റു. രാജലക്ഷ്മി, ഇവളെന്നെ തോൽപ്പിച്ചു കളഞ്ഞിട്ടോ. അമ്മ, ഇനി ഞാൻ കുറച്ചു നേരം. ഇങ്ങനെ വേർപ്പ് വഴക്കൊക്കെ ആയിട്ടൊന്ന് വീണു തൊടാൻ പാടില്ല കേട്ടോ. ചെല്ലു, ചെന്ന് മേലെ ഇട്ടു വരൂ. പോയിക്കോ പോയിക്കോ. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ. കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ. എന്റെ മോള് എന്നേക്കാൾ നന്നായിട്ട് വീണ വായിക്കുന്ന ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം. അത് ശരി, എന്റെ മോളെന്ന് അങ്ങ് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? ചന്തയെന്ന് ലേലത്തിന് വാങ്ങിക്കൊണ്ടുവന്നോന്നല്ലോ മോളെ. ശരി, നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ? മോളെ മോളെ നടുവിലുണ്ട്. സ്മൈൽ പ്ലീസ്. എന്റെ മുടി എങ്ങനെയുണ്ട്? സ്മൈൽ പ്ലീസ്. ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം. ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത്. എവിടെ എന്റെ അമ്മ?
നളിനി നോക്ക് മോക്ക് മോക്ക് വേണ്ടിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്കാ. ഇതാ നളിനി, നീ അപ്പുറത്തെ മുറി കിടന്നു. വേണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോളാം. ശാഠ്യം പിടിക്കാതെ പറയുന്നത് കേക്ക്. വാ. നിന്റെ വിഷമങ്ങള് പറയാണ്ട് തന്നെ എനിക്കറിയാം മോളെ. ആ തീക്കുണ്ടത്തിലെ പ്രതി വേണ്ടാന്നും വെച്ചിട്ട് നിന്നെ വിളിച്ചിറക്കൊണ്ടുവരാൻ പ്രാപ്തിയില്ലായിട്ടുമല്ല. പക്ഷേ എന്തും ചെയ്യുമ്പോ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഈ ശിക്ഷ എന്ന് അമ്മ മനസ്സിലാവാത്ത? അവരുടെ ചൊൽപ്പടിക്ക് അവര് പറയണതെല്ലാം ഞാൻ ചെയ്യണുണ്ട്. എന്നിട്ടും ഈ ആട്ടും തുപ്പും സഹിക്കണം എന്ന് വെച്ചാ മുച്ചമ്മത്തിൽ എങ്ങാണ്ടോ ഉള്ളൊരു സൂര്യക്കുറവാണെന്ന് കരുതിയിട്ട് തൊടിയിലെങ്ങനെ എത്ര നായ്ക്കൾ കുറയ്ക്കണോ അതിലൊന്നാന്ന് വെച്ച് അങ്ങനെ തള്ളിക്കളയ അത്ര തന്നെ. എങ്ങനെ അമ്മാവ കഴിയാതെ? മർമ്മ എവിടെയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൊട്ടേനും പിടിച്ചേനും അവരെന്റെ അമ്മയെ കൊള്ളിച്ച് തോന്നിയാസം പറയണത്. വല്ല കുളത്തിലോ കിണറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലൊന്നു കൂടെ ചിലപ്പോ തോന്നിപ്പോകാറുണ്ട്. ഓ, അത് നല്ല കാര്യ. നളിനി, ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കുറച്ച് എന്തൊക്കെയുള്ളൊരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത്. ഒക്കെ കളഞ്ഞു കുളിച്ചു. ദാ ഇപ്പൊ അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വിരദോഷം നിന്റെ നാവിന്ന് വരരുത്. ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയുണ്ട്. എന്റെ കൂടെ പിറന്നോള് വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളവര് മുഴുവൻ ശ്വാസം കൂടെ വിടാണ്ട കേട്ടോണ്ടിരിക്കുക. ഞാനും കൂടെ. അവളെ സംബന്ധം കഴിച്ചു കൊടുത്തതിന് ശേഷവും ആ വീണവായന കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ശിവരാത്രി ഇടന്ന അവള് വീണ വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത്. നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോ ഇപ്പൊ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ പിശാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും. ആ വീണ എന്നിട്ട് ഇവിടുത്തെ പൂജാമുറിയില് നീയത് വായിക്കുന്നത് ഞാൻ കേൾക്കണം. രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട്. എന്നിട്ട് വേണം എനിക്ക് കണ്ണു ചിമ്മാൻ. എന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം. കുറേശ്ശെ നരച്ചു. അപ്പോഴാ ഇവിടെ ചിലർക്ക് കുട്ടിക്കളി കളിക്കാൻ ആശ വരണത്. നിനക്ക് വിവരമില്ലാന്ന് പണ്ടേ അറിയാവുന്ന കാര്യമല്ലയോ? പിന്നെ ഞാനും നിങ്ങളോട്ട് പിള്ളേരോട് കളിക്കണായിരിക്കും. എടീ ഭാര്യയെ, ജീവിതത്തിന്റെ പകുതി ഭാഗം എയർഫോഴ്സ് തീർന്നു. പിന്നെ കിട്ടിയത് നിന്റെ അപ്പന്റെ കുറെ എസ്റ്റേറ്റും മാങ്ങാത്തൊലിയും. ഇടയിലൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതൊക്കെയല്ലടി ഉള്ളൂ.
നിന്ന് വാചം അടിക്കാതെ ചെന്ന് ഡ്രസ് ചെയ്യാൻ നോക്ക്. ഓ, നിന്റെ ഡിക്ഷണറിയിലെ മഹത് സംഭവങ്ങളിൽ ഒന്ന് ഷോപ്പിംഗ്. ഞാനതങ്ങ് മറന്നായിരുന്നു. പറക്കും. ഇല്ല, ഞാൻ ഇപ്പൊ റെഡി ആയേക്കാം. 5 minutes. ഓക്കെ? മീരെ, എന്താ മമ്മി? മോക്ക് ഡ്രസ് ഇത് മതിയോ? മമ്മി രഘുവിനെ കൂടെ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിങ്ങിന്. അവന്റെ അമ്മ അവനെ കാണാൻ വഴക്ക് പറയില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ. വരുന്നോ? മീര നോക്ക്. രഘു, നാളെ വരുമ്പോ നല്ലിയടുത്തോട് ഒരു കാര്യം ചോദിച്ചിട്ട് വരുവോ? എടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം. അത് നമ്മൾ തന്നെ ചോദിക്കുന്നല്ലേ നല്ലത്. നമ്മൾ വേണമെങ്കിൽ പോകാം. രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ. സരിഗമ പദനി സനി ദപ മഗരി 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 സരിഗമ പദനി സനി ദപ മഗരി. ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ഇത്രയും മതി. രഘുവിന്റെ അമ്മ സമ്മതിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി. അവര് കുഴപ്പമുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ആദ്യം കുറച്ച് ഒച്ചീമ്പിളിയൊക്കെ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത്. എന്തായോ എന്തോ ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു. അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു. ആശീർവദിച്ചിട്ടാ വിട്ടത്. കലാപ്രേമികളെ, ഇന്ന് രാത്രി തലക്കുളത്തൂർ സേവാസംഘം മൈതാനത്ത് നവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുപ്രസിദ്ധ ഗായകൻ കൈതപ്രം നമ്പൂതിരിയുടെ വമ്പിച്ച ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളേവരും സന്നിഹിതരായി പരിപാടി ഒരു വൻ വിജയമാക്കാൻ